ക്യാബേജ് വെച്ചിട്ടുള്ള ഈ റൈസ് ഉണ്ടാക്കുക എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വരൂ നമുക്ക് കാണാം. എളുപ്പത്തിലൊരു ക്യാബേജ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു വലിയ ക്യാബേജ് എടുത്തു. 2 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തത്. ബസ്മതി റൈസ് എടുത്തു. നമുക്കിനി ഇത് നന്നായി കഴുകി വേവിക്കാൻ വയ്ക്കുക. കുക്കറിലല്ല വേവിക്കുന്നത്, വലിയ പാത്രത്തിൽ വേവിച്ചെടുക്കുക. വെന്ത് കഴിഞ്ഞു നമുക്കിത് ഊറ്റിയെടുക്കാം. നിങ്ങളൊക്കെ അരിഞ്ഞു വെച്ചു. ഇനി കുറച്ച് ഗ്രീൻ പീസ് അതിൽ ചേർക്കാനായി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു 1/4 കപ്പ് വെളുത്തുള്ളി, അത് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. പച്ചമുളക്. മിക്സിങ് തുടങ്ങാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ക്യാബേജ് റൈസാണ്. ചൂടായതിന് ശേഷം കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക, കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക, ഇട്ട് കൊടുക്കുക, ചെറുതായി അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇത് ഏകദേശം ഒരു ബ്രൗൺ കളർ ആവണം, അതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. വെളുത്തുള്ളിയൊക്കെ നന്നായി ഫ്രൈ ആവുന്നുണ്ട്. അതിലേക്ക് കുറച്ച് നിലക്കടല, ഒരു പിടി നിലക്കടല മതി. അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ആദ്യം ഫ്രൈ ചെയ്തിട്ട് മാറ്റിയെടുക്കുകയൊക്കെ ചെയ്യട്ടോ, പക്ഷേ ഇത് ഒന്നിച്ചിട്ട് ഇടുന്നതായിരിക്കും ഒന്നും കൂടി നല്ലതെന്ന് തോന്നുന്നു. നമ്മൾ ഏകദേശം ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗ്ലാസ്സിന് ക്യാബേജ് ഒരു 2.5 ഗ്ലാസ് എടുക്കണം. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഏകദേശം ബ്രൗൺ കളറായി. നമുക്കിതിലേക്ക് അളന്ന് വെച്ച ക്യാബേജ് ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഒരു 4 പച്ചമുളക് അരിഞ്ഞ് വെച്ചിരുന്നില്ലേ, അതും ചേർക്കുക. നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. ശേഷം 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഗരം മസാലയൊന്നും ഇതിൽ ചേർക്കുന്നില്ല. മല്ലിപ്പൊടി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ, ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ. അത് മാത്രമേ ഒരു മസാലയായിട്ട് ചേർക്കുന്നുള്ളൂ. നമുക്ക് ഉപ്പ് ചേർക്കാം. ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ, ഉപ്പ് ചേർക്കാം. ഇതൊക്കെ കഴിക്കാനാകുമ്പോൾ നമുക്ക് ഈ മിക്സിങ് ചെയ്താൽ മതി. എല്ലാം ആക്കി വെച്ചതിന് ശേഷം അപ്പോൾ എളുപ്പത്തിൽ കഴിയും. ഇപ്പോൾ ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കുകയാണെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി. കുറച്ച് ഫ്രഷ് പീസാണ് കേട്ടോ, അത് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തു. അല്ലെങ്കിൽ ഫ്രോസൺ കിട്ടിയാൽ അതും ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇത് ശരിക്കും വറവിടുമ്പോൾ ചേർക്കേണ്ടതാണ്. ഞാനിപ്പം ഇങ്ങനെ ചേർക്കുന്നുണ്ട് എന്നേ ഉള്ളൂ കേട്ടോ. കുറച്ച് കായപ്പൊടി, കുറച്ച് നല്ലോണം ഇരുന്നോട്ടെ, കായപ്പൊടി ചേർത്ത് കൊടുക്കുക. പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ. അധികം വേവണ്ട. നേരം അടച്ച് വെച്ചതിന് ശേഷം നമുക്കിനി ചോറ് മിക്സ് ചെയ്യാം. നന്നായിട്ട് എല്ലാം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്, പക്ഷേ കൂടുതൽ ഉപ്പേരി മാതിരി ആവണ്ട. ചോറൊക്കെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കുറേശ്ശെ ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഏത് റൈസിലും ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ ഇന്നൊരു ചേഞ്ചിന് ഞാൻ ബസ്മതി റൈസ് എടുത്തു എന്നേ ഉള്ളൂ. വേവിക്കാതെ എടുക്കുക, പക്ഷേ എന്നാലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം, സോഫ്റ്റ് ആയിരിക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനും ഉച്ചക്കത്തെ ഭക്ഷണത്തിനും വലിയ കുട്ടികൾക്കൊക്കെ കൊടുത്തയക്കാനും ജോലിക്ക് പോകുന്നവർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഗ്രീൻ പീസൊക്കെ ഒരു ഭംഗിക്ക് കിട്ടുന്നേ ഉള്ളൂ, ഇല്ലെങ്കിൽ സാരില്ല കേട്ടോ, ക്യാബേജ് തന്നെ മതി. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഒന്നിട്ട് കൊടുക്കുക കേട്ടോ. ചെറുനാരങ്ങേൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. ഒരു ചെറിയൊരു പുളി രസം കിട്ടാൻ വേണ്ടിയിട്ടാണത്. വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തതായി ചേർക്കേണ്ടത് പൊടിയായി അരിഞ്ഞ മല്ലിയില, അത് കുറച്ച് നല്ലോണം നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് റൈസ് റെഡിയായി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക ക്യാബേജ് റൈസ്. വേണമെങ്കിൽ ഒരു കുക്കുംബർ സാലഡിൻ്റെ കൂടെ കഴിക്കുക. വേറെ ഒന്നും ഇതിന് വേണ്ട, ഇത് മാത്രം മതി. അങ്ങനെ ഒരു പിക്കിൾ വേണമെങ്കിൽ കഴിക്കുക, അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് റൈസ് റെഡി.